രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവശ്യകത ഗ്രഹിച്ച പൈതലാണ്. നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ജീവന്റെ പുതുക്കത്തിൽ നടക്കുക, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ആ രണ്ട് മഹനീയമായ ദൗത്യങ്ങൾ ജീവിതാന്ത്യം വരെ തികച്ചെടുപ്പാൻ പ്രിയ മകൾക്ക് കൃപ ലഭിക്കേണ്ടതുണ്ട്. സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായി ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയം പ്രിയമോ പഴയത് കഴിഞ്ഞു പോയി എന്നുള്ള ദൈവത്തിന്റെ വചന പ്രകാരം ഇന്ന് പകൽക്കാലം പ്രിയ പതിൽ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിനോട് ഉയർത്തി പകൽക്കാലം വാത്സല്യ പൈതൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുള്ള കർത്താവ് പ്രിയ മകളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവമക്കൾ പ്രിയ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ മകളെ ബലപ്പെടുത്തിയ കരുണയ്ക്കും നന്ദി. സ്വർഗം ചാഞ്ഞിറങ്ങുന്ന കർത്താവേ, ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഒരു നിമിഷമാക്കി കർത്താവ് തീർത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കണ്ട ദൈവസ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ പുണ്യനാമത്തിൽ തന്നെ പിതാവേ, ആമീൻ. ആദാമ്യ വർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിനായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താഴ്ന്ന ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ജീവിച്ച യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് പിതൃസന്നിധിയിൽ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവ് തന്റെ ഈക ജീവിതകാലത്ത് പാപികൾക്ക് പാപമോചനം കൊടുത്തു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. താൻ സ്വന്തത്തിലേക്കാണ് വന്നത്. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവർ അവനെ തള്ളിക്കളഞ്ഞു. അവൻ നമ്മിലേക്ക് വന്ന് നമ്മുടെ ജീവിതയാത്രയിൽ രക്ഷിതാവാകുവാൻ, കർത്താവാകുവാൻ, ഹല്ലേലൂയ, പാപശാപങ്ങൾക്ക് അഭിനയുടെ രക്ഷിതാവെന്ന മോള് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിൻ എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ പ്രിയ മകളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീ ജീവ കിരീടം പ്രാപിക്കും. കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒട്ടുമേശിടാത്ത ശുഭ്രവസ്ത്രധാരിയ മണവാട്ടിക്ക് സമാനമായി ജീവിപ്പാനുള്ള കൃപ
പ്രിയ മകളുടെ മേൽ പകരേണ്ടതിനും ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ച തന്റെ കുഞ്ഞുങ്ങൾ അവരുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ വെളിപ്പെട്ട് അവർ കർത്താവിനെ സ്നേഹിച്ച് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനും ഹല്ലേലൂയ ഉയരങ്ങളെ ലാക്കാക്കി ജീവിപ്പാനുള്ള കൃപ ആ കുഞ്ഞുങ്ങളുടെ മേലും പ്രിയപ്പെട്ട പകൽക്കാല പ്രിയ മകൾ കർത്താവെ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ തക്കണം ഇടയായതോർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവെ കർത്താവിന്റെ കൽപ്പന പൈതാലിനോടുകൂടെ കർത്താവിന്റെ വരോളനേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം.